നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചകളിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ആഴ്ചകളായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് ഈ ഒരു ട്രെൻഡ് നമുക്ക് മാനേജ് ചെയ്യാം. നമുക്ക് ഈ ഒരു ട്രെൻഡ് മാനേജ് ചെയ്യുന്നതിനെക്കാട്ടി മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയുടെ ഒരു കറണ്ട് ട്രെൻഡും കറണ്ട് ഒരു സിറ്റുവേഷനും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ബഡ്ജറ്റ് വലിയൊരു മൊമെൻറ്റത്തിൻ്റെ ഒരു സാധ്യതയുണ്ട്. പക്ഷേ എക്സാക്റ്റ് ആയിട്ടൊരു ട്രെൻഡ്, എക്സാക്റ്റ് ആയിട്ടൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ട്രെൻഡിനെ നമുക്ക് മാനേജ് ചെയ്യാനും വലിയൊരു മൂവ്മെൻറ്റുകളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിഫ്റ്റിയുടെ കറണ്ട് ഒരു സിറ്റുവേഷൻ നമ്മളത് സൂചിപ്പിച്ചിരുന്നു. നിഫ്റ്റി ഒരു ഹയർ ലെവലിൽ നിന്ന് ഈ ഒരു ലെവലിൽ നിന്ന് തന്നെ നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ ഹയർ ലെവലിൽ നിന്നുള്ള ഷോർട്ട് സെല്ല് ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷമായാലും നിഫ്റ്റിയിലും ബൈയിലേക്ക് കടന്നിട്ടില്ല. ബൈയിലേക്ക് കടക്കണമെങ്കിൽ നമ്മളത് സൂചിപ്പിച്ചിരുന്നത് 21,720 മുകളിലേക്ക് ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തണം. ഇപ്പോൾ വരും ദിവസങ്ങളായാലും പ്രത്യേകം ശ്രദ്ധിക്കുക, വരും ദിവസങ്ങളിലായാലും ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു നിലനിർത്തിക്കഴിഞ്ഞാൽ ലിമിറ്റഡ് അപ്പ് മൂവ്മെൻറ്റ് സാധ്യതയുണ്ട്. ലിമിറ്റഡ് അപ്പ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ്, ഈ ഒരു ലെവല് റെസിസ്റ്റൻസ് വരും. അതുപോലെ തന്നെ ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് വരും. ഇതിന് മുകളിലേക്കായാലും സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോഴും കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു സപ്പോർട്ട്, എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് എക്സാക്റ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ എന്നുള്ളതൊക്കെ ഇൻട്രാഡേ ലെവലിൽ ശ്രദ്ധിക്കുക. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിയിലായാലും ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്. ഇപ്പോൾ കറണ്ട് ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുക. കറണ്ട് ഒരു സിറ്റുവേഷൻ സെല്ലിലാണ് മാർക്കറ്റ് നിലനിൽക്കുന്നത്. ഷോർട്ട് സെല്ലാണ് മാർക്കറ്റിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. പക്ഷേ ഒരു സപ്പോർട്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു ബൗൺസ് നടത്തും. നമുക്ക് വരും ദിവസങ്ങളിലായാലും നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാം. ഇപ്പോൾ എപ്പോഴും പറയുന്നൊരു ട്രേഡിംഗ് പ്ലാൻ ശ്രദ്ധിക്കുക. ആ ഒരു പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോയാലാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ നിഫ്റ്റിയിലായാലും ഒരു ട്രെൻഡ് വോളറ്റാലിറ്റി അടിസ്ഥാനമാക്കിയിട്ടാണ് ഓരോ പ്ലാനുകൾ നൽകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമായാലും നമ്മളത് നൽകിയിരിക്കുന്ന ഒരു പ്ലാൻ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോസിലായാലും നമ്മൾ ശ്രദ്ധിക്കാം. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. ഇവിടെ ഒരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന ലെവൽസ് ശ്രദ്ധിക്കുക. ഈ ഒരു ലെവലിൻ്റെ കുറച്ചൊരു മുകളിലാണ് നമ്മൾ ലെവൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക എന്നാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. ഈ ഒരു ലെവലിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് സെല്ലിനാണ് കൂടുതൽ സാധ്യത നമ്മൾ സൂചിപ്പിച്ചിരുന്നു. എക്സാക്റ്റ് ആയിട്ട് റൈറ്റ് സപ്പോർട്ടുകൾ നമ്മൾ നൽകിയിരിക്കുന്നു. 21,375 ഇന്നലെ നൽകിയിരിക്കുന്ന, കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ശ്രദ്ധിക്കുക. എക്സാക്റ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ഷോർട്ട് സെൻറ്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തപ്പോൾ എക്സാക്റ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ട് ചെയ്ത് ഒരു ബൗൺസ് മാർക്കറ്റ് വന്നു. മാർക്കറ്റ് ഒരു വോളറ്റാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇതേപോലത്തെ ഒരു ബൗൺസ് എപ്പോഴും ആ ഒരു സപ്പോർട്ടിൽ നിന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഒരു ഷോർട്ട് സെൻറ്റർ ഓപ്പർച്യൂണിറ്റിയോ ബൈ ഓപ്പർച്യൂണിറ്റിയോ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് എത്തുന്ന ഒരു സമയത്ത് എക്സാക്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാം. അതിനുശേഷം ശ്രദ്ധിക്കുക, ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതാണ് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തത്. അതിനുശേഷമായാലും അതിൻ്റെ ഒരു മുകളിലേക്കായാലും നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അവസാനത്തെ ഒരു സെക്ഷൻ വരെ, ലാസ്റ്റത്തെ ഒരു ക്ലോസിങ്ങിൻ്റെ ഒരു സമയത്താണ് അതിൻ്റെ ഒരു മുകളിലേക്കായാലും നിഫ്റ്റിയായാലും നിലനിർത്തിയിരുന്നത്. അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഷോർട്ട് സെൻറ്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചിരുന്നു. മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന 21,235 നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നത്. ആ ഒരു സപ്പോർട്ടിൻ്റെ അടുത്ത് നിന്ന് തന്നെ നിഫ്റ്റി ബൗൺസ് ചെയ്തതിന് ശേഷം 21,375 റെസിസ്റ്റൻസ്. അപ്പോൾ ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിരുന്നു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ആ ഒരു സപ്പോർട്ട് നമ്മൾ നൽകിയിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് എപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും സപ്പോർട്ടിൽ നിലനിൽക്കുമ്പോൾ ഒരു കാരണവശാലും ഷോർട്ട് സെൻറ്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. സപ്പോർട്ട് എന്ന് പറയുന്നത് മാർക്കറ്റിലൊരു കുറച്ച് സമയം ഹോൾഡ് ചെയ്താൽ ചിലപ്പോൾ ഒരു ബൗൺസ് ചെയ്യും. ഇൻ കേസ് ഷോർട്ട് സെൻറ്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ഏതാണോ റെസിസ്റ്റൻസ് ഏതാണോ അതിൻ്റെ താഴത്തേക്ക്, ഇപ്പോൾ 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണെങ്കിൽ 5 മിനിറ്റ് ടൈം ഫ്രെയിം യൂസ് ചെയ്തുകൊണ്ട് ഒരു ക്യാൻഡിൽ അതിൻ്റെ താഴത്തേക്ക് ഒരു ക്ലോസ് ചെയ്താലാണ് റൈറ്റ് ആയിട്ടുള്ള ഷോർട്ട് സെൻറ്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെയാണ് ബൈ ഓപ്പർച്യൂണിറ്റി ആയാലും ഇൻ കേസ് നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ഏതാണോ, ഇപ്പോൾ 21,375 ആണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. അപ്പോൾ എപ്പോഴും റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാർക്കറ്റിനെ വളരെ ഈസി ആയിട്ട് നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. വരും ദിവസങ്ങളിലായാലും വലിയൊരു മൊമെൻറ്റത്തിന്, വലിയൊരു മൂവ്മെൻറ്റിന് സാധ്യതയുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നിഫ്റ്റിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ എന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം ആയാലും നിഫ്റ്റി ആയാലും ഈ ഒരു ലെവലിൽ നിന്നായാലും ബൗൺസ് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ഒരു സെക്ഷനിലായാലും ബൗൺസ് ചെയ്തിട്ടുണ്ട്. ഹയർ ലെവലിൽ നിന്നായാലും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് വോളറ്റൈലായിരുന്നു. വോളറ്റൈൽ മാർക്കറ്റാണ്. ബോത്ത് സൈഡിലേക്ക് ഉള്ള പ്രോബബിലിറ്റി, ബോത്ത് സൈഡിലേക്കുള്ള ഒരു പ്രോബബിലിറ്റി മൂവ്മെന്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റ് വരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഈ ഒരു സിറ്റുവേഷൻ നമുക്ക്, ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? അപ്പോൾ നിഫ്റ്റിനായാലും വരും ദിവസത്തിൽ മാനേജ് ചെയ്യുമ്പോൾ നിഫ്റ്റി ഇപ്പോൾ 21,340 ഇതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കാണുന്നത്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് നൽകാവുന്നതാണ്. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും 21,455 റെസിസ്റ്റൻസിൻ്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകേണ്ടത്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, 455 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ, ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ നിഫ്റ്റി ചിലപ്പോൾ അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ വരെയുള്ള ഒരു ബൗൺസിന് ഒരു സാധ്യതയുണ്ട്. ഇതിന് മുകളിൽ നിഫ്റ്റിക്ക് ബൈക്കാണ് കൂടുതൽ സാധ്യത വരുന്നത്. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. നിഫ്റ്റി ആയാലും ഇതിൻ്റെ ഒരു താഴെ നിലനിൽക്കുമ്പോൾ ഷോർട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. അതുപോലെ തന്നെ ലോവർ ലെവൽ സപ്പോർട്ട് വരുന്നത് 21,340 സപ്പോർട്ട് വരുന്നത്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈമിൽ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവലായാലും 21,245 ഇത് ബ്രേക്ക് ചെയ്താൽ കുറച്ചധികം വീക്ക്നെസ് ആണ്. നിഫ്റ്റി ആയാലും അടുത്തൊരു സപ്പോർട്ട് ലെവലുകളൊക്കെ വളരെ ഈസി ആയിട്ട് ഇത് അച്ചീവ് ചെയ്യും. ഇത് ലോവർ ലെവലിലെ കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് സപ്പോർട്ടായിട്ട് നിഫ്റ്റിയിൽ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു താഴെയായാലും 21,185 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ 21,120 ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. അപ്പോഴാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ബൈര ഓപ്പർച്യൂണിറ്റി. ലോവർ ലെവലായാലും 21,030 ഇത് കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് സപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ നിഫ്റ്റി ആയാലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ചെയ്യുന്നത്, ഇതിൻ്റെ മുകളിലാണെങ്കിൽ ഒരിക്കലും ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതെ, സപ്പോർട്ട് താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഇതിന് മുകളിൽ 21,540 റെസിസ്റ്റൻസ് വരുന്നത്. അതിന് മുകളിൽ വേറെ റെസിസ്റ്റൻസ് ഇല്ല. ഇതിൻ്റെ മുകളിൽ നിലനിൽക്കുമ്പോൾ ബൈ സെൻറ്റിമെന്റിലേക്ക് നിലനിൽക്കുക. നിഫ്റ്റിയിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്താൽ എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. നമുക്ക് ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ആയാലും കഴിഞ്ഞ ദിവസത്തിലായാലും ഒരു വോളറ്റൈൽ മൂവ്മെന്റ് ആയിരുന്നു ബോത്ത് സൈഡിലേക്ക് ഉള്ളൊരു മൊമെന്റം ബാങ്ക് നിഫ്റ്റി ഉണ്ടായിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളായാലും നമുക്ക് ബാങ്ക് നിഫ്റ്റി എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിൽ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും വൈഡ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലും ഒരു ബൈയുടെ ഒരു സെന്റിമെന്റിലേക്ക് നിലനിൽക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു മുകളിലേക്കെങ്കിലും ബാങ്ക് നിഫ്റ്റി ഒരു ക്ലോസിങ് വരണം. എന്നാലാണ് അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ വരെയുള്ള അപ്പ് മൂവ്മെന്റ്, ലിമിറ്റഡ് അപ്പ് മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഹയർ ലെവലിൽ റെസിസ്റ്റൻസ് ഉണ്ട്, പക്ഷെ ഇപ്പോഴൊരു സെന്റിമെന്റിൽ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആവും. ചെറിയൊരു ബൈ സെന്റിമെന്റിലേക്ക് ബാങ്ക് നിഫ്റ്റിയിലും കടക്കും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ മാനേജ് ചെയ്യുമ്പോൾ ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ചെയ്യുന്നത്, റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. അതായത് 45,520 താഴെയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. ലോവർ ലെവല് 45,255 സപ്പോർട്ട്. 255 ബ്രേക്ക് ചെയ്താലാണ് വീക്ക്നെസ്. അതിൻ്റെ താഴെ 45,070 സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഓപ്പൺ ചെയ്യുന്നത് പറയുന്ന ഒരു സപ്പോർട്ട് ലെവല് ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിലെ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടും. പക്ഷെ കൂടുതൽ വീക്ക്നെസ് ആകണമെങ്കിൽ 44,875 സപ്പോർട്ടും കൂടി ബ്രേക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഈ റേഞ്ചിൽ നിലനിൽക്കാനായിട്ടാണ് സാധ്യത. അതിനുശേഷം ഇതും ബ്രേക്ക് ചെയ്താൽ അടുത്തൊരു സപ്പോർട്ട് ലെവലിൻ്റെ അടുത്തേക്ക് എത്താനൊരു സാധ്യതയുണ്ട്. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിലാണെങ്കിൽ സപ്പോർട്ടിന് താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. 45,875 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ ബൈ സെൻറ്റിലാണ്. അടുത്ത റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്കും നിലനിൽക്കാനായിട്ട് സാധിച്ചാൽ ബൈ സെൻറ്റിലാണ്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ടിലാണ്. അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈ ആണ്. ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുക. 44,490 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ കൂടുതൽ സ്ട്രോങ് ആണ്. അതായത് ഇൻട്രാഡേ ലെവൽ സ്ട്രോങ് ആയിരിക്കും. അതായത് ഓപ്പൺ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്ന സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് വരുന്ന ഒരു ഓപ്പണിംഗ് ആണ്. ഇതിന്റെ താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫാള് നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം.
അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമുക്ക് ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ പോലെ തന്നെയാണ് ഫിൻ നിഫ്റ്റിയും. ഫിൻ നിഫ്റ്റി കുറച്ചധികം വീക്ക്നെസ് ആണ്. ഒരു ബൈറൊരു സെന്റിമെന്റിലേക്ക് ഫിൻ നിഫ്റ്റിയിൽ കിട്ടണമെങ്കിൽ 21,525 മുകളിലേക്കെങ്കിലും ഫിൻ നിഫ്റ്റിക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ ഹയർ ലെവലിലേക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കണം. ഇതിൻ്റെ ഒരു മുകളിൽ നിലനിർത്തിയ നെക്സ്റ്റ് ഡേ മുതൽ തന്നെ ഒരു ബൈറൊരു സെന്റിമെന്റിൽ അടുത്തൊരു റെസിസ്റ്റൻസ്, പിന്നെ അതിൻ്റെ അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ വരെ ഒരു ബൈറൊരു സെന്റിമെന്റ് ലഭിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ മുകളിലേക്ക് ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തണം. അപ്പോൾ വരും ദിവസങ്ങളിലായാലും കൃത്യമായിട്ട് നമുക്ക് ഇൻട്രാഡേയിൽ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുമ്പോൾ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ വരുന്നത്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. അതായത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് നോക്കാം. ഹയർ ലെവലിലേക്ക് ഈ 20,330 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാണുന്നത്. അപ്പോൾ ഇതിലൊരു മുകളിലേക്ക് ഫിൻ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്താലാണ് ഫിൻ നിഫ്റ്റിയിലും കറണ്ട് ഒരു സെന്റിമെന്റിൽ ചെറിയൊരു വ്യത്യാസം വരും. ബൈക്ക് ഒരു സ്ട്രെങ്ത് കിട്ടാനായിട്ട് ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഫിൻ നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക, ഓപ്പൺ ചെയ്യുന്നത് റെസിസ്റ്റൻസിന്റെ മുകളിലാണ്. അതായത് ഇവിടെ റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത് 20,230 റെസിസ്റ്റൻസിന്റെ മുകളിലാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ 200 താഴെ, അതായത് 20,200 താഴെ മാത്രമാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ 20,200, 230 ഹോൾഡ് ചെയ്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ കിട്ടിക്കഴിഞ്ഞ് യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത റെസിസ്റ്റൻസ് മനസ്സിലാക്കി വയ്ക്കുക. പക്ഷേ ഇതിന്റെ താഴത്തേക്കാണ് നിലനിൽക്കുന്നതെങ്കിൽ ഷോർട്ട്സ് ആൻഡ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാവുന്നതാണ്. 20,100 അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. 20,100 ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. ലോവർ ലെവൽ അടുത്ത സപ്പോർട്ട് വരുന്നത് 19,975 19,975 താഴെ ഓപ്പൺ ചെയ്താൽ കൂടുതൽ വീക്ക്നെസ് ആണ്. ചെറിയ ടൈം ഫ്രെയിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് യൂട്ടിലൈസ് ചെയ്യുക. 19,875 ലോവർ ലെവൽ സപ്പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 19,975 താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. 20,100 മുകളിലേക്കും സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ക്വിക്കായിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ആയാലും ഇത്ര ലെവൽ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് വരും ദിവസത്തെ വീഡിയോസിൽ കാണാം. എല്ലാവരും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.